നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കണികയും തന്മാത്രയും സമരസപ്പെടുന്ന ശാസ്ത്രലോകത്തിന് പുതുവഴികൾ തുറക്കുന്ന 57ാമത് കേരള സ്കൂൾ സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് കൊടിയേറ്റം. മേളയിൽ സമൂഹത്തിനും ശാസ്ത്രലോകത്തിനും മുതൽക്കൂട്ടാവുന്ന കണ്ടുപിടുത്തങ്ങൾ ഏവരും ഉറ്റുനോക്കും. മനുഷ്യാധ്വാനത്തെ ലഘൂകരിക്കുന്ന AI-യുടെ സ്വാധീനം പുത്തനുണർവ് പകരും. സംസ്ഥാന ശാസ്ത്രമേള നവംബർ 10 വരെ. പാലക്കാട് ജില്ലയിൽ 90% കൊയ്ത്തു കഴിഞ്ഞിട്ടും നെല്ല് സംഭരണ നടപടികൾ ത്വരിതപ്പെടുത്താത്തതിന് പിന്നിൽ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഗൂഢലക്ഷ്യമെന്ന് VK ശ്രീകണ്ഠൻ MP. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്ത് വിടാത്തതും ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗം. കർഷകരെ വഞ്ചിക്കുക വഴി കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയെ തുരങ്കം വയ്ക്കുകയാണ് സർക്കാർ എന്നും MP. കർഷക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ സപ്ലൈ ഓഫീസ് ഉപരോധം പാലക്കാട്ട്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ദുരൂഹത നീങ്ങും മുമ്പ് നിർണായക CCTV ദൃശ്യങ്ങളും തമിഴ്നാട് പോലീസ് കൈമോശം വരുത്തി. ബാലമുരുകൻ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് Q ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ ഡിലീറ്റായി എന്ന വിശദീകരണം. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ നടപടി. കേരള പോലീസും ബാലമുരുകനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ഒരു പ്രതി കൂടി പിടിയിൽ. നെന്മിനി സ്വദേശി പ്രഗിലേഷിനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പിടികൂടിയത് മുംബൈയിൽ നിന്ന്. ഷൊർണൂരിൽ ഓട്ടോ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കിടുണ്ടായ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. നേരത്തെ പെർമിറ്റ് ലഭിക്കാതെ പോയ 25 തൊഴിലാളികൾ കൂടി നിയമപരമായി പെർമിറ്റിനെ അനുവദിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൗൺസിൽ യോഗം അംഗീകരിച്ചതായി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് വടക്കാഞ്ചേരി കല്ലമ്പാറ ചെമ്പ്രംകോട്ടിൽ മോഹൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കണികയും തന്മാത്രയും സമരസപ്പെടുന്ന ശാസ്ത്രലോകത്തിന് പുതുവഴികൾ തുറക്കുന്ന 57ാമത് കേരള സ്കൂൾ സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് കൊടിയേറ്റം. നവംബർ 7 മുതൽ 10 വരെ നടക്കുന്ന മേളയിൽ സമൂഹത്തിനും ശാസ്ത്രലോകത്തിനും മുതൽക്കൂട്ടാവുന്ന കണ്ടുപിടുത്തങ്ങൾ ഏവരും ഉറ്റുനോക്കും. മനുഷ്യാധ്വാനത്തെ ലഘൂകരിക്കുന്ന AI-യുടെ സ്വാധീനം പുത്തൻ ഉണർവുണ്ടാക്കും. മേളയുടെ കൊടിയേറ്റം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് IAS നിർവഹിച്ചു. ഏഴ് മുതൽ 10 വരെ നടക്കുന്ന സംസ്ഥാന ശാസ്ത്രമേളയുടെ കൊടിയേറ്റം പ്രധാന വേദിയായ മോയൻ HSSൽ നടന്നു. വളരെ സന്തോഷമുണ്ട് ഈ വർഷം ശാസ്ത്രോത്സവം കേരള ശാസ്ത്രോത്സവം പാലക്കാടിൽ വെച്ച് ഈ പാലക്കാട് നവംബർ 7 to 10 വളരെ സന്തോഷമുണ്ട്. കായികമായി കഴിഞ്ഞ മാസം വളരെ നല്ല രീതിയിൽ ട്രിവാൻഡ്രത്ത് വെച്ച് കുട്ടികളുടെ സ്പോർട്സ് ടാലന്റ് എല്ലാം എക്സിബിറ്റ് ചെയ്യാനുള്ള വലിയ ഒരു പ്ലാറ്റ്ഫോം ട്രിവാൻഡ്രം നഗരം തന്നെ മാറിയിരുന്നു. സ്പോർട്സ്, ആർട്സ്, സയൻസ് ഈ 3 ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സാണ് കുട്ടികളുടെ ഒരു ഹോൾസം ഡെവലപ്മെൻറ്റ്. സമൂഹത്തിനും ശാസ്ത്രലോകത്തിനും മുതൽക്കൂട്ടാകുന്ന കണ്ടുപിടുത്തങ്ങൾ ഏവരും ഉറ്റുനോക്കും. മനുഷ്യാധ്വാനത്തെ ലഘൂകരിക്കുന്ന AI-യുടെ സ്വാധീനം ശാസ്ത്രമേളയിൽ പുത്തനുണർവുണ്ടാക്കും. രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും മീഡിയ റൂമിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A സാബിറയും നിർവഹിച്ചു. ADPI സന്തോഷ്, DDE സലീന BV, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MN വിനോദ് കുമാർ, NCTA മുഹമ്മദ് അഷ്റഫ്, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലയിൽ 90% കൊയ്ത്തു കഴിഞ്ഞിട്ടും നെല്ല് സംഭരണ നടപടികൾ ത്വരിതപ്പെടുത്താത്തതിന് പിന്നിൽ സർക്കാരിനും ഉദ്യോഗസ്ഥരുടെയും ഗൂഢലക്ഷ്യമാണെന്ന് VK ശ്രീകണ്ഠൻ MP. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സർക്കാർ പുറത്തുവിടാത്തത് ഗൂഢലക്ഷ്യമെന്നും കർഷകരെ വഞ്ചിക്കുക വഴി കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയെ തുരങ്കം വയ്ക്കുകയാണെന്നും MP പാലക്കാട്ട് പറഞ്ഞു. കർഷക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന സപ്ലൈ ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. നെല്ല് സംഭരണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ളത് ചക്കളത്തി പോരാട്ടമാണ്. കേന്ദ്രവിഹിതം ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം യോജിച്ച സമരത്തിന് തയ്യാറാണ്. അതിന് കേന്ദ്രം എത്ര തന്നുവെന്നും കേരളം കണക്ക് കൊടുത്തുവോയെന്നും പരസ്യപ്പെടുത്തണം. വെള്ളത്തിനും വൈദ്യുതിക്കും ഉൾപ്പെടെ
നിരക്കുകളും നികുതിയും പല മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടും ചെലവിന് കടമെടുക്കുന്ന സർക്കാരാണ് കേരളത്തിലേത്. സർക്കാർ ആവശ്യപ്പെട്ടിട്ടും നെല്ല് വില നൽകാനും നെല്ല് സംഭരിക്കാനും സഹകരണ സംഘങ്ങൾ തയ്യാറാകാത്തത് സർക്കാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച കോടികൾ കാർഷിക മേഖലയ്ക്ക് ഉപയോഗിക്കണമെന്ന കോടതി നിർദ്ദേശം നടപ്പിലാകാത്തത് സർക്കാർ ആ തുകയും വകമാറ്റി ചെലവഴിച്ചതുകൊണ്ടാണ്. കൊയ്ത്തിനു മുമ്പേ സർക്കാർ വിരുദ്ധ സമരവുമായി ഇറങ്ങിയിരുന്ന ഇടത് കർഷക സംഘടനകൾ കൊയ്ത്ത് കഴിയാറായിട്ടും മാളത്തിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. UDFന്റെ നെല്ല് സംഭരണത്തിനെതിരെ സമരത്തിനിറങ്ങിയവരും ആക്ഷേപിച്ചവരും UDF അധികാരത്തിൽ വരാൻ കാത്തിരിക്കുകയാണ്. സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിധിയെഴുത്തുണ്ടാകും. UDF അധികാരത്തിൽ വന്നാൽ കർഷക പാക്കേജ് നടപ്പിലാക്കുമെന്നും MP പറഞ്ഞു. ഇപ്പോൾ ഈ സർക്കാർ 9.5 വർഷം പിന്നിട്ടു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ 9.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലം അത്രയും സമയബന്ധിതമായി നെല്ല് സംഭരിച്ചു എന്ന് പറയാൻ ഈ ഗവൺമെന്റിനും ഡിപ്പാർട്ട്മെന്റിനും കഴിയില്ല. എന്തുകൊണ്ടാണ് ഇത് നേരത്തെ കൂട്ടി അറിയാത്തൊരു കാര്യമാണ്. പൊടുന്നനെ ഇടിമിന്നലേറ്റ് കൂണുണ്ടായി എന്ന് പറയുന്നത് പോലെയാണോ നെല്ലുണ്ടാകുന്നത്? എത്രയോ മാസങ്ങൾക്ക് മുമ്പേ അതിന്റെ മുന്നൊരുക്കം നടത്തണം. ആ വിള നടത്താൻ ആവശ്യമായ രീതിയിൽ അവിടെ പാകപ്പെടുത്തിയെടുക്കണം നെൽപ്പാടങ്ങൾ. അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത് വിത്ത് മുളപ്പിച്ച് അത് കൊണ്ടുപോയി നട്ട് അത് വളർത്തി വലുതാക്കി നെല്ല് രൂപപ്പെട്ട് വരുമ്പോഴേക്കും ഏതാനും മാസങ്ങളുടെ ഒരു ഡ്യൂറേഷൻ. ഈ കാലം അത്രയും കയ്യും കെട്ടി നോക്കിയിരിക്കലാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എല്ലാ കൊല്ലവും ഉണ്ട്. 1ാം വിളയുണ്ട്, 2ാം വിളയുണ്ട്. അതുള്ള പാടശേഖരങ്ങൾ പാലക്കാട് ജില്ലയിലെ കണക്ക് പ്രകാരം ഏകദേശം 70,000 ഹെക്ടർ കൃഷി ഇപ്പോഴും നടക്കുന്നുണ്ട്, നെൽകൃഷി അല്ലേ ബാബു? 2 വിളയിലും കൂടെ 2 വിളവെടുപ്പിലും കൂടി 70,000-ത്തിലധികം, മുമ്പ് ഇതിനേക്കാൾ കൂടുതലായിരുന്നു, 1,00,000-ന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നെൽകൃഷി ലാഭകരല്ലാതെ ഇട്ടു പോയി. അതെല്ലാം കൺവേർട്ട് ചെയ്ത് അവിടെ കെട്ടിടങ്ങൾ വന്ന് വ്യവസായം വന്ന് കൃഷി ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് B. ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മഞ്ജുഷ് മാത്യു, EM ബാബു, KC പ്രീത്, G. വർഗീസ്, സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിൽ ദുരൂഹത നീങ്ങും മുമ്പ് നിർണായക CCTV ദൃശ്യങ്ങളും തമിഴ്നാട് പോലീസ് കൈമോശം വരുത്തി. ബാലമുരുകൻ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് Q ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ ഡിലീറ്റ് ആയിപ്പോയെന്നാണ് വിശദീകരണം. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. കേരള പോലീസും ബാലമുരുകനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു തവണ ജയിൽ ചാടിയ പ്രതി. ഭക്ഷണശേഷം കൈവിലങ്ങ് പോലും അണിയിക്കാതെ പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിന് 50 മീറ്റർ അകലെ മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തി. കുപ്രസിദ്ധ മോഷ്ടാവായ ബാലമുരുകൻ ജയിൽ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു. അടിമുടി ദുരൂഹത നീങ്ങും മുൻപാണ് കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങളും തമിഴ്നാട് പോലീസ് നഷ്ടപ്പെടുത്തിയത്. തൃശൂർ പാടുകാട് നിന്ന് ബൈക്ക് മോഷ്ടിച്ച ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നാണ് കേരള പോലീസ് കണ്ടെത്തൽ. ഇത് സാധൂകരിക്കുന്ന നിർണായക CCTV ദൃശ്യങ്ങൾ സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ തമിഴ്നാട് Q ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ നഷ്ടമാവുകയായിരുന്നു. ദൃശ്യങ്ങൾ പിന്നോട്ടടിച്ചപ്പോൾ ഡിലീറ്റായി എന്നാണ് തമിഴ്നാട് പോലീസിന്റെ വിശദീകരണം. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള നടപടി ആരംഭിച്ചു. നിലവിൽ Q ബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. കേരള പോലീസും സമാന്തരമായി ബാലമുരുകന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തിരിച്ചു വരുന്നതിനിടെ ബാലമുരുകൻ വിയ്യൂർ ജയിലിന് സമീപത്ത് വച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പ്രഗിലേഷിനെ മുംബൈയിൽ നിന്നും ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് പിടികൂടിയത്. ദിവസങ്ങളായി ഇയാൾ മുംബൈയിൽ ഒളിവിൽ താമസിക്കുന്നതായി നേരത്തെ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ മാസം 10-നാണ് ഗുരുവായൂർ കർണംകോട് സ്വദേശി MA മുസ്തഫ പ്രഗിലേഷിന്റെയും കണ്ടാണിശ്ശേരി സ്വദേശി ദിവേഗിന്റെയും ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കിയത്. മുസ്തഫയുടെ മരണത്തിൽ ഇരുവർക്കും പങ്കുള്ളതായി കണ്ടെത്തിയതോടെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ച കുറ്റം ചുമത്തി ഇരുവർക്കുമെതിരെ കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെ ഒളിവിൽ പോയ പ്രതികളുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തുകയും സാമ്പത്തിക രേഖകളും ആധാരങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. 12 ലക്ഷം രൂപയാണ് ഇവരിൽ നിന്നും മുസ്തഫ കടം വാങ്ങിയത്. വീട് വയ്ക്കുന്നതിനായി വാങ്ങിയ സ്ഥലം അടക്കം 40 ലക്ഷം രൂപ പ്രഗിലേഷിനും 18 ലക്ഷം രൂപ ദിവേഗിനും മുസ്തഫ തിരികെ നൽകി. എന്നാൽ ഇവർ വീണ്ടും ഭീഷണി തുറന്നതോടെയാണ് മുസ്തഫ ഇരുവരുടെയും പേര് എഴുതിവച്ച് ജീവനൊടുക്കിയത്. മുംബൈയിൽ നിന്നും പിടികൂടിയ പ്രഗിലേഷിനെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും ദിവേഗിനായി അന്വേഷണം തുടരുകയാണെന്നും ടെമ്പിൾ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ ഓട്ടോ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കിടയിലുണ്ടായ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. നേരത്തെ
പെർമിറ്റ് ലഭിക്കാതെ പോയ 25 തൊഴിലാളികൾക്ക് കൂടി നിയമപരമായി പെർമിറ്റ് അനുവദിക്കാനും യോഗം തീരുമാനിച്ചു. പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗം അംഗീകരിച്ചതായും ചെയർമാൻ MK ജയപ്രകാശ് STVയോട് പറഞ്ഞു. ഷൊർണൂരിലെ ഓട്ടോ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിൻ്റെ ചേംബറിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. നേരത്തെ നടപ്പാക്കിയ ചില നടപടികളിൽ ആക്ഷേപങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിലായിരുന്നു വീണ്ടും യോഗം. ഷൊർണൂർ കനറ ബാങ്കിന് മുൻവശത്തെ പാർക്കിംഗ്, SMP ജംഗ്ഷനിലെ പാർക്കിംഗ് എന്നിവിടങ്ങളിലായി 86 ഓട്ടോ തൊഴിലാളികൾക്ക് പാർക്കിങ്ങിനായി പെർമിറ്റ് നൽകിയിരുന്നു. എന്നാൽ 25 പേരെ കൂടി പെർമിറ്റ് നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്ന് ഇവരെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഈ അർഹതപ്പെട്ട 25 പേരെ കൂടി നിയമാനുസൃതമായി പെർമിറ്റ് അനുവദിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു. 25 തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്താനുള്ള ലിസ്റ്റ് നേരത്തെ ചേർന്ന കൗൺസിൽ യോഗത്തിൽ അംഗീകരിച്ചിരുന്നു. ഇതുപ്രകാരം വിവരം ജോയിന്റ് RTOയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ സാധിക്കാൻ കഴിഞ്ഞതായി ചെയർമാൻ MK ജയപ്രകാശ് STVയോട് പറഞ്ഞു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. അവർക്ക് നിലവിൽ 86 പേർക്ക് ഷൊർണൂരും കനറബാങ്കും SMP തിയേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാർക്കിംഗ് അനുവദിക്കുന്നതിൽ ഒരു 10-25 പേർക്ക് കൂടി പെർമിറ്റ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ആ പെർമിറ്റ് കിട്ടാത്തവർക്ക് മുമ്പ് പെർമിറ്റെല്ലാം ഉപേക്ഷിച്ച് പോയിട്ടുള്ള, ക്യാൻസൽ ചെയ്തിട്ടുള്ള ആളുകളുടെ പെർമിറ്റ് ഇപ്പോൾ അർഹതപ്പെട്ട 10-25 പേർക്കാണെങ്കിൽ അവർക്ക് ആ പെർമിറ്റ് അനുവദിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള, നിയമപ്രകാരമായിട്ടുള്ള പെർമിറ്റ് അനുവദിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഇന്ന് ചേർന്ന ട്രാഫിക് കമ്മിറ്റി തീരുമാനിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് ഈ 26, 10, 25 എത്ര ലിസ്റ്റിൽ ആളുകൾ പേരുള്ളവരുടെ ആ ലിസ്റ്റ് കൗൺസിൽ അംഗീകരിക്കുകയും അത് ജോയിന്റ് RTOന് നൽകാൻ പോലീസിൻ്റെ മറ്റ് നടപടികൾ തൽക്കാലം നിർത്തിവെക്കാനും ഇതൊന്ന് ക്രമപ്പെടുത്താനുമായിട്ടുള്ള തീരുമാനം ഇന്ന് നടന്നു. അതുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും അവരുടെ യൂണിയൻ പ്രതിനിധികളുമായിട്ട് കൂടി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനം CIയുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഇന്ന് നഗരസഭാ ചേംബറിൽ വെച്ച്, ചെയർമാൻ്റെ ചേംബറിൽ വെച്ച് യോഗം ചേർന്ന് തീരുമാനത്തിലെത്തിയത്. മറ്റു നടപടിക്രമങ്ങൾ നിർത്തിവെക്കാനും പാർക്കിംഗ് ക്രമീകരണങ്ങൾ നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ സെന്ററിന് സമീപം ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലമ്പാറ ചെമ്പറംകോട്ടിൽ 55 വയസ്സുള്ള മോഹനാണ് മരിച്ചത്. പിറകിൽ യാത്ര ചെയ്തിരുന്ന മകൻ എതിർവശത്തേക്ക് വീണതുമൂലം രക്ഷപ്പെടുകയായിരുന്നു. മോഹനന്റെ പുറകിൽ മകനുണ്ടായിരുന്നു. മകൻ എതിർവശത്തേക്ക് വീണതുമൂലം രക്ഷപ്പെട്ടു. ഉച്ചയ്ക്ക് 12:45ഓടെയാണ് അപകടം നടന്നത്. കുണ്ടന്നൂർ സെന്ററിൽ കട നടത്തുകയാണ് മോഹനൻ. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ സംഘടിപ്പിച്ച ഭരണഭാഷാ വാരാഘോഷത്തിന് സമാപനം. സമാപന സമ്മേളനം ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ ഉദ്ഘാടനം ചെയ്തു. ഭൂരേഖ തഹസിൽദാർ C സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരൻ റഷീദ് പാറയ്ക്കൽ, V സുനിൽ, അനു പോൾ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർ സമ്മാനങ്ങളും നൽകി. പെൻഷനേഴ്സ് ബോർഡ് സഹകരണ പെൻഷൻകാരോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം AR ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു. KCSPA ജില്ലാ വൈസ് പ്രസിഡന്റ് O കുമാരൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് K രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി K ഗോവിന്ദൻ, PM ലുക്മാൻ എന്നിവർ സംസാരിച്ചു. അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരെന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താനുള്ള ശ്രമം 21 തുടങ്ങിയതാണ്. ഇപ്പോൾ അത് അവസാനിപ്പിച്ചു. 64,006 പേരെ കണ്ടെത്തി. ആ ഓരോ വീട്ടുകാർക്കും എന്താണ് ആവശ്യമെന്ന് സൂക്ഷ്മമായി ഓരോ വീട്ടുകാരുടെയും പരിശോധിച്ച് അവിടേക്ക് ആവശ്യമുള്ളത് നടപ്പാക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതിനെയാണ് മറ്റുള്ളവരൊക്കെ വക്രീകരിച്ച് മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അതിദാരിദ്ര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തിൽ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 1-2 വീടുകൾ അവിടെ ഇവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനുള്ള അവസരവും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അങ്ങനെ അതിദാരിദ്ര്യക്കാരെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിലവിലുള്ള തൊഴിലാളികളെ പരമാവധി അവർക്ക് സഹായം ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ ക്ഷേമ പെൻഷൻ 1600 എന്നുള്ളത് 1800 ആക്കും എന്നൊക്കെ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ എഴുതിയായിരുന്നു. പക്ഷെ 2000 ഒക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 64 ലക്ഷം പേർക്ക് സാമൂഹ്യ പെൻഷൻ നൽകുന്നു. എൻ്റെ കരുതൽ എൻ്റെ പരിസ്ഥിതിക്കായി എന്ന പദ്ധതിയുടെ ഭാഗമായി മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 1.5 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്തിലെ 11 കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. മങ്കര വെള്ള റോഡിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കണ്ണൻ നന്ദിയും പറഞ്ഞു. ഒട്ടനവധി പദ്ധതികൾക്കാണ് രൂപം നൽകിയത്. ആ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് മങ്കര പഞ്ചായത്തിലെ 11 പ്രദേശങ്ങളിൽ ഇതുപോലുള്ള ബോട്ടൽ ബൂത്തുകൾ നമ്മളിന്ന് സ്ഥാപിക്കപ്പെടുകയാണ്. ഇനി വേനൽക്കാലമായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബോട്ടിൽ ഡ്രിങ്ക്സുകളും ജനങ്ങൾ ഉപയോഗിക്കുകയും അത് വഴിയോരങ്ങളിൽ അലക്ഷ്യമായി വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു കാഴ്ച സ്ഥിരമായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ ബോട്ടിൽ ബൂത്തിൽ കളക്ട് ചെയ്യുകയും അത് സംസ്കരിക്കുന്നതിന് വേണ്ടി ഹരിത കർമ്മസേന എടുക്കുകയും ചെയ്യുന്നതിനുള്ള ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് രൂപം നൽകി. പറളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പൊന്തക്കാടുകൾ വെട്ടിമാറ്റാൻ ഇനിയും നടപടിയായില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നവർക്കും തീവണ്ടി ഇറങ്ങിപ്പോകുന്നവർക്കും പൊന്തക്കാടുകൾ മൂലം ഏറെ പ്രയാസമാണ് ഇവിടെ അനുഭവം. അധികൃതർ ഇക്കാര്യം ഗൗരവമായി എടുക്കുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇഴജന്തുക്കൾ താവളമാക്കിയ ഇവിടെ രാത്രികാലങ്ങളിൽ ട്രെയിൻ ഇറങ്ങുന്ന യാത്രക്കാർ ഭീതിയോടെയാണ് സ്റ്റേഷൻ വിട്ടിറങ്ങുന്നത്. സ്റ്റേഷനിൽ നിന്നും പറളി മുണ്ടൂർ പ്രധാന പാതയിലെത്താൻ റെയിൽപാളത്തിനു മുകളിലൂടെയുള്ള ഇരുമ്പുപാലം പ്രധാന പാതയിൽ ചേരുന്ന ഭാഗം കാടുമൂടി കിടക്കുകയാണ്. ഈ ഭാഗങ്ങളിലാണെങ്കിൽ രാത്രി സമയങ്ങളിൽ ഇരുട്ടാണ്. ട്രെയിൻ യാത്രയ്ക്കിടെ പല അക്രമ വാർത്തകളും കേൾക്കുമ്പോൾ പറളിയിൽ ട്രെയിൻ ഇറങ്ങുന്ന സ്ത്രീ യാത്രക്കാരാണ് കൂടുതൽ ഭയക്കേണ്ടി വരിക. സ്റ്റേഷൻ പരിസരത്തെ കാട് നീക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണെങ്കിലും അധികൃതർ ഇക്കാര്യം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പൊതുയിടങ്ങളിൽ മാലിന്യ നിക്ഷേപം തടയുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അമ്പലപ്പാറ അകമണ്ട മണ്ണൂർ റോഡ് ആലിൻചുവട് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇതിനോടകം വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മഹാളിക്കാവ് പരിസരം, ഉണ്ണിവൈദ്യർപടി, കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം എന്നിവിടങ്ങളിൽ ഇതിനോടകം ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 4 സ്ഥലങ്ങളിലെ ക്യാമറ സ്ഥാപിക്കുന്നതിന് 7 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയത്. ക്യാമറ സ്ഥാപിച്ചതിന്റെ പ്രവർത്തനോദ്ഘാടനം പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. മെമ്പർ ലത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് മോഹൻ, ആസൂത്രണ സമിതി അംഗം CR മണികണ്ഠൻ, മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന പ്രസിഡന്റ് പുഷ്പലത നന്ദി പറഞ്ഞു. പ്രദേശവാസികളും ഹരിതകർമ്മസേനാംഗങ്ങളും പ്രാദേശിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. നവകേരള വായനശാല ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ചടങ്ങിൽ ആദരിച്ചു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നിരീക്ഷണം വ്യാപിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണികയും തന്മാത്രയും സമരസപ്പെടുന്ന ശാസ്ത്രലോകത്തിന് പുതുവഴികൾ തുറക്കുന്ന 57ാമത് കേരള സ്കൂൾ സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് കൊടിയേറ്റം. മേളയിൽ സമൂഹത്തിനും ശാസ്ത്രലോകത്തിനും മുതൽക്കൂട്ടാവുന്ന കണ്ടുപിടുത്തങ്ങൾ ഏവരും ഉറ്റുനോക്കും. മനുഷ്യാധ്വാനത്തെ ലഘൂകരിക്കുന്ന AI സ്വാധീനം പുത്തനുണർവ് പകരും. സംസ്ഥാന ശാസ്ത്രമേള നവംബർ 10 വരെ. പാലക്കാട് ജില്ലയിൽ 90% കൊയ്ത്തു കഴിഞ്ഞിട്ടും നെല്ല് സംഭരണ നടപടികൾ ത്വരിതപ്പെടുത്താത്തതിന് പിന്നിൽ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഗൂഢലക്ഷ്യമെന്ന് VK ശ്രീകണ്ഠൻ MP. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വിടാത്തതും ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗം. കർഷകരെ വഞ്ചിക്കുക വഴി കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയെ തുരങ്കം വയ്ക്കുകയാണ് സർക്കാർ എന്നും MP. കർഷക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ സപ്ലൈ ഓഫീസ് ഉപരോധം പാലക്കാട്ട്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ദുരൂഹത നീങ്ങും മുമ്പ് നിർണായക CCTV ദൃശ്യങ്ങളും തമിഴ്നാട് പോലീസ് കൈമോശം വരുത്തി. ബാലമുരുകൻ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് Q ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ ഡിലീറ്റായി എന്ന വിശദീകരണം. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ നടപടി. കേരള പോലീസും ബാലമുരുകനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ഒരു പ്രതി കൂടി പിടിയിൽ.
നെന്മിനി സ്വദേശി പ്രഗിലേഷിനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പിടികൂടിയത് മുംബൈയിൽ നിന്ന്. ഷൊർണൂരിൽ ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കിടുണ്ടായ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. നേരത്തെ പെർമിറ്റ് ലഭിക്കാതെ പോയ 25 തൊഴിലാളികൾ കൂടി നിയമപരമായി പെർമിറ്റിനെ അനുവദിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൗൺസിൽ യോഗം അംഗീകരിച്ചതായി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് വടക്കാഞ്ചേരി കല്ലമ്പാറ ചെമ്പ്രംകോട്ടിൽ മോഹൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.